ബൈജുവാണ് ഈ പ്രൊമോഷൻസിൽ വന്ന് നല്ല തగ్గടിക്കുന്ന ഒരാളല്ലേ. ഏതോ പടത്തിന്റെ ഇന്റർവ്യൂല് ഗുരുവായൂരമ്പലനടയിലെ എന്തോ ബൈച്ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് ഭയങ്കര ബേസിൽ നായകൻ പൃഥ്വിരാജ് വില്ലനാണ്. അതിൽ ആങ്കർ ചോദിക്കുന്നുണ്ട്, ബൈജേട്ടാ ഇത് ഈ പടത്തിന്റെ ഇങ്ങനെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്താണ് ബൈജേട്ടൻ എന്ത് തോന്നി? എനിക്കങ്ങനെ വലിയ അപ്പൊ ജയറാം ചോദിച്ചു ഞങ്ങളുടെയൊക്കെ അഭിനയം എങ്ങനെയുണ്ടായി? നാട്ടുകാരെ കണ്ടിട്ട് പറഞ്ഞു. അതായത് ചുരുക്കം പറഞ്ഞാൽ ബൈജുവിന്റെ ഒരു പ്രൊമോഷൻ കൊണ്ട് ഇരുത്തിയല്ല ആ പടത്തിന്റെ ഏകദേശം തീരും. ജിത്തു ജോസഫിന് ഇത്ര ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചപ്പോഴാണ്. ആ തേപ്പിന്റെ കഥ പറയും. അതൊക്കെ വരും ഉടനെ വരും. ജയറാം ഒരു ഇൻസിഡന്റ് വന്ന് നമ്മളോട് പറയുന്നത് കേൾക്കാനാണ് നമ്മൾ, ആ ഇൻസിഡന്റ് കാണാനല്ല ഇഷ്ടം. ജയറാം പറയുന്നത് കേൾക്കാനാണ് വയലിൽ 100 കൊക്ക് എന്നൊക്കെ പറയാം. 1,00,000 കൊക്കാവും. ജയറാം 1000 പാസരങ്ങൾക്ക് ഇരിക്കുന്ന പാട്ട് പാടുന്ന 10,000 പാസരങ്ങൾക്ക് ഇരിക്കുന്ന പാടുന്ന 10,000 പിന്നെ ബേസിൽ ഇങ്ങനെ ഒരു ഹീറോ ആവുന്ന ഞാൻ വിചാരിച്ചു. ഇപ്പൊ ബേസിൽ ഫസ്റ്റ് ഈ അനൗൺസ്മെന്റ് സമയത്ത് പോസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നല്ലോ, എക്സൈറ്റഡ് ടു കൊളാബറേറ്റ് വിത്ത് ദ മാസ്റ്റർ ഓഫ് സസ്പെൻസ് ജിത്തു ജോസഫ് ഫോർ എ ഫൺ റൈഡ്. ഹൗ വാസ് ദ ഫൺ റൈഡ്? കാസ്റ്റിംഗ് ഒക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഭയങ്കരമായിട്ടുള്ള അത് വേണം. ഈ ഇതുകൊണ്ട് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്? ഈ ഹോണസ്റ്റി കൊണ്ട്? പിന്നെ പണിയും എത്ര സിനിമ പോയെന്നറിയില്ല. ഞാൻ സ്പീക്കർ ഫോൺ ഇട്ട് ഇവന്റെ ഒരുപാട് പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രൊഡ്യൂസർ ഇന്നയാളാന്ന് പ്രൊഡ്യൂസർ ഇന്നയാളാ, അപ്പൊ 10 പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. അയാളുടെ ഇതുവരെയുള്ള ഒരു പടത്തിന് പിന്നെ ഇല്ല. പ്രൊഡ്യൂസർ ആരാ? എടാ ഇതിന്റെ ആളാ. എന്നാ പിന്നെ ഒരു ചെറിയ ഒരു അത് ഞാൻ കിട്ടിയതില്ല. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ബേസിൽ ജോസഫ്, ബൈജു സന്തോഷ്, സിദ്ദിഖ, മനോജ് കെ ജെയിൻ ആൻഡ് ഗ്രേസ് ആന്റണി. 5 പേർക്കും വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ മന്തൊക്കെയാണ് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ ആഘോഷിക്കുന്നത് പുതിയ ഓഗസ്റ്റിലാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഹൃദങ്ങൾ എങ്ങനെയാ ഈ സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോണേ? ഇങ്ങനെയൊക്കെ തന്നെ ചുള്ളന്മാരായിട്ടിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ട് ബൈജുവിനെ പരിചയമുണ്ട്. സിനിമയിൽ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ മനോജിനെ പരിചയമുണ്ട്. നമ്മളെ പരിചയപ്പെടുന്നതാണെന്ന് ഓർമ്മയുണ്ട്? ആദ്യം ഓർമ്മയുണ്ട്, മഹാറാണി ഹോട്ടലിൽ കോഴിക്കോട്. നിങ്ങൾ പോയിട്ട് വന്നതല്ലേ? നിങ്ങളൊരു കറുത്ത പാന്റും ഒരു ചുവന്ന ചെക്ക് ഷർട്ടും, അതുവരെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ സിനിമയുടെ തുടക്കകാലത്താണ്. ഒരു സിനിമ പോലും റിലീസ് ആയിട്ടില്ലാത്തൊരു കാലത്താണ് 87. ഞാൻ 90-ലാണ്. അങ്ങനെയൊക്കെ തുടങ്ങിയ സുഹൃത്തുബന്ധമാണ്. ഇപ്പോഴും സജീവമായിട്ട് സിനിമയിലുണ്ടെന്ന് പറയുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഞാൻ മനോജിനെ അതുപോലെ ആദ്യം കാണുന്നത് സിനിമയിലൊന്നുമല്ല, ദാസേട്ടന്റെ തരങ്ങണി സ്റ്റുഡിയോയിൽ നീ പണ്ട് പാടാൻ വേണ്ടി വരും. ഓർമ്മയുണ്ടോ? ഞാൻ പാടാല്ല. അച്ഛന്റെ കമ്പോസിംഗ് സമയത്ത് ഈ പ്രത്യേകിച്ച് മയിൽപീലിയുടെ കമ്പോസിംഗ് സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. രമേശ് നായർ സാറിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നത് 84-ലായിരിക്കും. 84-ലൊക്കെ ഞാൻ 85-ലൊക്കെ ട്രിവാൻഡ്രത്ത് വന്നു തുടങ്ങിയത്. അപ്പൊ 85. അതെ അതെ. നിങ്ങൾ രണ്ടുപേരും ഏകദേശം 35 സിനിമകൾ ഒരുമിച്ച് ഉണ്ട്. ഫസ്റ്റ് സിനിമ ഓർമ്മയുണ്ടോ ഒരുമിച്ച്? വെക്കേഷൻ പൂർത്തിയായില്ല. വെക്കേഷൻ പഴയ ലെജൻഡറി ഡയറക്ടർ PG വിശ്വനാഥ് അദ്ദേഹത്തിന്റെ സിനിമയിലായിരുന്നു. ആ പടം പൂർത്തിയായില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പടം. പിന്നെ നമ്മളൊന്ന് പണ്ട് രാജകുമാരിയില്ല അതെ, പണ്ട് സർവ്വ ഇപ്പോ നുണക്കുഴിയിൽ എത്തിക്കുന്നു. August 15th റിലീസാണ്. ഈ എങ്ങനെയാ ഒരു പുതിയ സിനിമേനെ റിലീസിന് വരുമ്പോഴത്തേക്കും എങ്ങനെ എക്സൈറ്റഡ് ആവാറുണ്ടോ? അതിന് എങ്ങനെയാ ആ പ്രോസസ്സൊക്കെ? റിലീസ് ദിവസം ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? പിന്നെ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ എല്ലാ സിനിമയും ഇറങ്ങുമ്പോൾ എക്സൈറ്റഡ് ഒന്നും ആവാറില്ല ഞാൻ. ഇല്ല, എനിക്ക് ചില സിനിമകളിൽ ചില പ്രതീക്ഷയുണ്ട്. മിന്നൽ മുരളി റിലീസ് ആകുമ്പോ അത് മിന്നൽ മുരളിയിൽ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ പടം തിയേറ്ററിലല്ല ഇറങ്ങിയത്, OTT-ലാണ് ഇറങ്ങിയത്. എന്നിട്ടും സൂപ്പർ ഹിറ്റ് ആണല്ലേ. OTT-ൽ ഇറങ്ങിയ ഏറ്റവും ലേറ്റാണ് മിന്നൽ മുരളി അല്ലേ. കാര്യം 5 വയസ്സോട്ടുള്ള കുട്ടികൾ മുതൽ 65 വയസ്സുള്ള ഒരാൾക്കാർ വരെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സിനിമയും ഇറങ്ങുമ്പോഴും എക്സൈറ്റഡ് ആവാറില്ല ഞാൻ. എൻ്റെ കാര്യമാണ് പറയുന്നത്. ചില പ്രതീക്ഷയുള്ള ചില സിനിമകളുണ്ട്, അത് ഇറങ്ങുമ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷൻ, ഇത് എങ്ങനെയാവും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലേ. എനിക്ക് പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എല്ലാ സിനിമയിലും ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അഭിനയിക്കുന്നതും
ഇതായിരിക്കും എൻ്റെ ഏറ്റവും നല്ല സിനിമ എന്നുള്ളൊരു മനസ്സോടുകൂടി തന്നെ ഞാൻ എനിക്ക് എല്ലാ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബേജാറുണ്ടാവാറുണ്ട്. ഏത് ഹിറ്റാവണേ അത്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ വിജയപരാജയങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. എന്നാലും ഞാനതൊരു വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആ ദിവസം കാത്തിരിക്കുന്നതും ആ ദിവസത്തെ ആദ്യത്തെ സിനിമ കണ്ടിട്ടുള്ള ആളുകളുടെ വിളി നോക്കിയിരിക്കുന്നതൊക്കെ വലിയ എക്സൈറ്റ്മെന്റോട് കൂടിയാണ്. അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഇപ്പോഴും നമുക്കുഴിക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായിട്ട് എങ്ങനെയാ പ്രോസസ്സ്? അല്ല, അധികം പ്രതീക്ഷകള് അങ്ങനെ വെച്ച് പുലർത്താറില്ല. അതാണ് കാരണം സിനിമയല്ലേ, ഒരു ഞാനിമ കളിയാണ്. നമ്മൾ ഇത് ഡബ്ബിങ് സമയത്തൊക്കെ ചില സിനിമ കണ്ടിട്ട് ഇത് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പടങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് വൈസ് പറയാണ്, ഓടാ പോയിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇതിനകത്ത് നമുക്ക് പരിപൂർണ്ണ പ്രതീക്ഷയുണ്ട്. കാരണം രസമാണ്, ഭയങ്കര തമാശയാണ്, തുടക്കം മുതൽ അവസാനം വരെ ചിരിപ്പിക്കാൻ മാത്രമുള്ളൊരു സിനിമയാണ്. നമ്മൾ കുറേ സീൻസൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല പ്രതീക്ഷയുണ്ട് ഇതിൽ. ഇപ്പൊ ബേസിൽ ഫസ്റ്റ് ഈ അനൗൺസ്മെന്റ് സമയത്ത് പോസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നല്ലോ, എക്സൈറ്റഡ് ടു കൊളാബറേറ്റ് വിത്ത് ദ മാസ്റ്റർ ഓഫ് സസ്പെൻസ് ജിത്തു ജോസഫ് ഫോർ എ ഫൺ റൈഡ്. ഹൗ വാസ് ദ ഫൺ റൈഡ്? അല്ല, ഈ ഇപ്പോൾ ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ ജിത്തു ജോസഫ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സസ്പെൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടുതൽ അറിയുന്നത്. അപ്പോൾ അതേ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ കഥ കേൾക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത് കോമഡി സിനിമയാണെന്ന്. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ ത്രില്ലർ, ഓക്കെ ചേട്ടൻ വിളിക്കുന്നു, അടുത്ത ത്രില്ലർ സിനിമ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലുള്ള ഒരു ഹ്യൂമർ സിനിമയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സ് എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം മൈബോസ് ഒക്കെ നമ്മൾ കണ്ടു ഭയങ്കരമായിട്ട് ചിരിച്ച സിനിമയാണല്ലോ. അപ്പൊ അങ്ങനത്തെ നല്ല രീതിയിലുള്ള ഹ്യൂമർ സിനിമ എടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് ജിത്തു ചേട്ടൻ എന്നുള്ളത് വളരെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. ഭയങ്കര ഫണ്ണായിരുന്നു അതിന്റെ ഷൂട്ടും. അതിന്റെ തിരക്കഥ ഓൾറെഡി ഭയങ്കര നല്ല രസകരമായിട്ട് പല രീതിയിലുള്ള സബ് ട്രാക്സും പല ട്രാക്കുകളെല്ലാം കൂടെ അവസാനം ഒരുമിച്ച് വന്ന് എല്ലാം കൂടെ ആയിട്ട് കൺഫ്യൂഷനും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഈ കോമഡി ഓഫ് എറേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കെയോസ് ആണ് മൊത്തം സ്ക്രിപ്റ്റ്. അപ്പോൾ അത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്ററാണ് അതിന്റെ റൈറ്റർ. അദ്ദേഹം ഊമനും 12th മാനൊക്കെ അത് രണ്ടും ത്രില്ലർ സിനിമയാണ്. അദ്ദേഹവും ഹ്യൂമർ സിനിമയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. അങ്ങനെ പല ട്രാക്കുകളും അതിൻ്റെ അകത്ത് ഇതുപോലത്തെ കാസ്റ്റിംഗും കൂടെ വന്നപ്പോൾ അതിന് ഒന്നുകൂടെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ആയി. ഇപ്പോൾ അതിലെ പോലീസ് എസ് ഐയുടെ റോളപ്പോൾ അതായത് ബൈച്ചേട്ടൻ പറഞ്ഞു അത് അതിലൊരു സിനിമ സൂപ്പർ സ്റ്റാർ ഉണ്ട്, അതായിരുന്നു മനോജ് ചേട്ടൻ. അത് പൊളിക്കും. അതിൽ സിദ്ദിഖിക്കയുടെ ഇൻകം ടാക്സ് ഓഫീസർ, അതായിരുന്നു സിദ്ദിഖ്. ഓക്കെ. അതുപോലെ ഗ്രേസിന്റെ ക്യാരക്ടർ ഇതുപോലെ അതും എല്ലാം. അജു ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, ബിനു പപ്പു, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്. ലെന ചേച്ചിയുണ്ട്, നിഖില വിമലുണ്ട്. അപ്പൊ ഇതെല്ലാവരും കൂടെ വരുമ്പോൾ കാസ്റ്റിംഗ് ഒക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിനൊരു ഭയങ്കരമായിട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റിനൊരു ബലം വേണം. അത് വേണം. അല്ല, ഞങ്ങളും ഒക്കെ ഇതുപോലെ ചോദിച്ചു മറ്റേ റോൾ ചെയ്യുന്ന ആരാ, ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം ഇതെന്താണെന്നറിയാം, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ക്യാരക്ടർ ബേസിലിനല്ലാതെ നമുക്കിപ്പോൾ വേറൊരാളെ മനസ്സിൽ കാണാൻ പറ്റില്ല. അത് ബേസിലിന് വേണ്ടി തയ്പ്പിച്ച കുപ്പായമാണ്. നമുക്കിതിനകത്തൊരു സീൻ പോലും വെളിയിൽ പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ സ്ക്രിപ്റ്റിങ് ആയി. അതുകൊണ്ട് അതാണ് ഒരു വിഷയം ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രൊമോഷൻ വർക്കിന് വന്നിരിക്കുമ്പോഴുള്ള വിഷയം ഇല്ലടാ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗ്രേസിന് എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞു കഥ. വൈജാണ് ഈ പ്രൊമോഷൻസിൽ വന്ന് നല്ല തగ్గടിക്കുന്ന ഒരാളല്ലേ. എന്തെങ്കിലും പറഞ്ഞു സിനിമയ്ക്ക് ഒന്നല്ലേ, വൈജന്റെ മറുപടികളൊക്കെ ഭയങ്കര രസമാണ്. ഏതോ പടത്തിന്റെ ഇന്റർവ്യൂല് ഗുരുവായൂരമ്പല നടയിലിന്റെ എന്തോ അതൊക്കെ ബൈച്ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് ഭയങ്കര ബേസിൽ നായകൻ പൃഥ്വിരാജ് അതിന് വില്ലനാണ്. ഇന്റർവ്യൂ പിന്നെ അതെല്ലായിടത്തും ട്രെൻഡിങ്. വേറെ ഏതൊരു പടത്തിന്റെ ഇതുപോലുള്ള പ്രൊമോഷൻ ഞാൻ കണ്ടപ്പോ അതിൽ ആങ്കർ ചോദിക്കുന്നുണ്ട്, വൈചേട്ടാ ഇത് ഈ പടത്തിന്റെ ഇങ്ങനെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്താണ് വൈചേട്ടൻ എന്ത് തോന്നി? എനിക്കങ്ങനെ വലിയ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ആരാ ചോദിച്ചെന്നറിയോ? ജയറാമിന്റെ മോൻ. ഓ ശരി. അപ്പൊ ജയറാമിന്റെ മോൻ ചോദിച്ചു ഞങ്ങളുടെയൊക്കെ അഭിനയം എങ്ങനെ ഉണ്ടായി? നാട്ടുകാരെ കേട്ടിട്ട് പറയുന്നത് അതായത് ചുരുക്കം പറഞ്ഞാൽ ബാജുവിനെ ഒരു പ്രൊമോഷൻ കൊണ്ട് ഇരുത്തിയാൽ ആ പടത്തിന്റെ ഏകദേശം അല്ല, പക്ഷെ ബൈച്ചേട്ടന്റെ നേച്ചർ ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പറയുമ്പോ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് പറയുമ്പോ ഈ ഇതുകൊണ്ട് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ട്? ഈ ഹോണസ്റ്റി കൊണ്ട്
പിന്നെ പണിയേ ഉള്ളൂ. എന്താ പണിയാൻ എത്ര സിനിമ പോയെന്നറിയാം. അതുകൊണ്ടാണ് ഇത്രയും പണി കിട്ടിയത്. അല്ല, നിങ്ങൾ ഈ പണി കിട്ടിയെന്ന് പറയണത് ഞങ്ങൾ പണി കിട്ടിയതുകൊണ്ട് ജോലി കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ഇത്ര ഈ കണ്ട ജോലി മുഴുവൻ കിട്ടിയത് ഇങ്ങനെ സിൻസിയർ ആയതുകൊണ്ടാണ്. അത് നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സ്പീക്കർ ഫോൺ ഇട്ട് എന്റെ ഒരുപാട് പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. പരിപാടി എന്താണെന്നറിയാം, ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും, എന്റെ പ്രൊഡ്യൂസർ കാണും, എന്റെ ഡയറക്ടർ കാണും, ആരെങ്കിലും കാണും. അവിടെ ചെയ്തിട്ട് ഒരു കാര്യമില്ലാതെ എന്നെ വിളിക്കും, ക്രിക്കറ്റാണല്ലോ. അപ്പൊ എനിക്ക് ഞാൻ ചുമ്മാ നീ പറയണ്ട, അത് പറയണ്ട. ആരെന്നും പറയാം. നീ ഫോൺ ചെയ്തു ഇപ്പൊ. ഞാൻ വൈജു ആ എവിടാ നീ? ഞാൻ ട്രിവാൻഡ്രത്താണ്. ആണോ? ഇവിടെ കുറെ പേരുണ്ട് നമ്മുടെ. നീ ഇപ്പൊ എവിടെ ഇപ്പൊ? ഞാനിപ്പോ ഹൈദരാബാദിലാണ്. ഇവിടെ ഒരു പടം നടക്കുന്നു, ഷൂട്ടിങ്ങോ? ഷൂട്ടിങ്. മലയാളം? അത് മലയാളം. നീ എന്തിനാ ഹൈദരാബാദിൽ പോകുന്ന മലയാളത്തിൽ? എടാ എവിടെങ്കിലും പോയി ജീവിക്കണ്ടേ? അങ്ങനെ അത് ഞാൻ ആർട്ടിസ്റ്റിനെ പറയുന്നത്. ആർട്ടിസ്റ്റ് പറഞ്ഞാൽ പടം എന്ന് മനസ്സിലാവും, മൊത്തം മനസ്സിലാവും. അതുകൊണ്ട് ഇത് മറ്റേ ഹീറോ A ആണ്, ഹീറോയിൻ B ആണ്, പ്രൊഡ്യൂസർ Z ആണ്. പ്രൊഡ്യൂസർ അവിടെ ഇരിക്കുക. ഈ പറഞ്ഞ പ്രൊഡ്യൂസർ അവിടെ ഇരിക്കുക. ഇന്നയാളാ പ്രൊഡ്യൂസർ, ഇന്നയാളാ. അപ്പൊ 10 പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. അയാളുടെ ഇതുവരെയുള്ള ഒരു പടത്തിന് പിന്നെ ഇല്ല. അത് കഴിഞ്ഞ് എത്രയോ പടം ഒരൊറ്റ പടത്തിന് സ്പീക്കർ ഫോൺ. എന്തിനാ സ്പീക്കർ ഫോണിനൊക്കെ? അല്ല, അവർക്കെല്ലാം കോമഡി കേൾക്കണം. ലൈവ് കോമഡി. അവിടെ ഇരുന്ന ഹീറോയ്ക്കും അല്ലല്ല, അവിടെ ഇരുന്ന ഹീറോയ്ക്കും ഹീറോയിനും ഇവനെ വിളിച്ചേ പറ്റൂ. ബൈജുവിന്റെ കാര്യം എന്തോ ഡിസ്കഷൻ വന്നു, അവനെന്ന് വിളിക്കും എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഹീറോ. അപ്പൊ ഞാൻ വിളിച്ചു. അങ്ങനെ വിളിച്ചാണ് ഈ സംഭവം. ഇപ്പൊ ഈ പ്രൊഡ്യൂസറോട് ഇരിപ്പുണ്ട്. ഞാൻ ഇവനിത് വല്ലതും പറയുന്നത് എനിക്കറിയാവോ? പ്രൊഡ്യൂസർ ആരാ? എടാ ഇതിന്റെ ആളാ. എന്നാ പിന്നെ ഒരു ചെറിയ ഒരു അത് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. എന്നാ പിന്നെ ഡാഷ് 10 പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇതോടുകൂടി അയാൾ ഇരുന്നെങ്കിൽ ഐസായി പോയി. അയാളുടെ മുഖം എന്നെ തന്നെ പറയണ ഞാൻ ഉച്ചക്കൊരു മുഖത്തിൽ അഭിനയിക്കുമ്പോ തൊട്ടുള്ള പരിചയമാണ്. ഞാൻ ഇല്ല, ആളെ പറയില്ല. അന്ന് തൊട്ടേ ഇല്ലില്ല, ഇനി അന്നോട്ടേ എനിക്കറിയാം. ഞാൻ എടുത്തോണ്ട് അവൻ എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. അത് എടുക്കാൻ ഞാൻ ഓടിച്ചിടും. ചുമ്മാ പറയാം അയാള്. പക്ഷെ വലിയ വിഷമിച്ചു പോയി. അങ്ങനെ കണ്ടതാണ് അവൻ നമ്മുടെ പയ്യനായിട്ട്. സത്യം പറഞ്ഞതേ ഉള്ളൂ. ഗ്രേസിന് എന്തെങ്കിലും ഇതുപോലത്തെ? ഇതൊക്കെ തന്നെ. ഇവര് ഒരു 4 കസേരയൊക്കെ ഇട്ട് ചുറ്റിയിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി നൈസായിട്ട് ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ. പഴയ കാര്യങ്ങളാണ് കൂടുതലും പറയണേ. ഒന്ന് ഞാൻ ബൈച്ചേനായിട്ട് മാച്ച് ആവാൻ വേണ്ടിട്ട് ഒപ്പിച്ച. എനിക്കറിയാം. അതെ, മനസ്സ് ഞാൻ കണ്ടു. ഇതൊക്കെ തന്നെ. ഇല്ല, നിങ്ങൾ സംസാരിക്കൂ, കേൾക്കാനുള്ള എന്തോ പറഞ്ഞു. അല്ല, കസേര ഇട്ടിട്ട് ചുറ്റും ഇരുന്നിട്ട് ഈ കഥ പറച്ചിലാണ് കൂടുതലും. അപ്പൊ ഞങ്ങളിങ്ങനെ കേട്ടിരിക്കും. ചില സംഭവങ്ങളൊക്കെ ഇവര് സെൻസർ ചെയ്യും. അതൊന്നും ഞാൻ പിന്നെ ഊഹിച്ചെടുക്കും എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ എന്നാലും ഭയങ്കര രസമാണ്, ഫണ്ണാണ്. അല്ല, ഞങ്ങളൊക്കെ സിനിമയിൽ വരുമ്പോൾ അങ്ങനെ. ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ ഇന്നസെന്റ് ചേട്ടന്റെയും നെടുമുടി വേണു ചേട്ടന്റെ ഒക്കെ കഥകൾ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ മാറി നിന്ന് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പറയും, ഈ മുകേഷ്, മണിയമ്പിള്ള രാജു, ഇവരൊക്കെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് തമാശ പറയുന്നത്. അപ്പൊ വെറുതെ ഇങ്ങോട്ട് തൊട്ട് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് വരെ വായിന്ന് വരുന്ന എല്ലാം തമാശകളാണ്. അപ്പൊ അന്നിങ്ങനെ കേട്ട് അത്ഭുതത്തോടെ മാറി നിന്നിങ്ങനെ. അപ്പൊ അന്ന് ഒരു സെറ്റിൽ 5 6 ചെയർ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്കൊന്നും ഇരിക്കാനേ പറ്റിയിട്ടില്ല. ഒരു എത്രയോ കാലം കഴിഞ്ഞാണ് ഞാനൊക്കെ ഒരു സിനിമ സെറ്റിലൊന്ന് ഇരുന്ന് തുടങ്ങിയത്. അപ്പൊ ഇവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും. ഈ ഇന്നസെന്റ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ജയതി ചേട്ടൻ വേറൊന്ന് പറയും, അതിങ്ങനെ പറയും. അങ്ങനെ ഇങ്ങനെ തമാശകളുടെ വെട്ടിക്കെട്ടായിരിക്കും. എല്ലാവരും എപ്പോഴും ഒന്നിച്ചല്ലേ ഇരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ തമാശകൾ കേട്ട് ആ ശീലമാണ് ഞങ്ങൾക്കൊക്കെ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് സമയം കിട്ടിയാൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഓർമ്മ വരും. അപ്പൊ അത് പറയുമ്പോൾ ഇവർക്കൊക്കെ അതൊരു വലിയ. അപ്പൊ ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞങ്ങൾക്കൊരു ധൃതിയില്ല, സാധനം മതി. ടീച്ചറിലുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ജീവിതത്തിൽ ബേസിക്കലി ഐ എം റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട് എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്? റിയൽ ലൈഫിൽ ആരെങ്കിലും പറഞ്ഞാലും ഇല്ല, അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ, കലാഭവനിൽ എന്നെ എടുക്കാതെ പോയതിന്റെ കാരണം എന്റെ ഗ്ലാമർ ആയിരുന്നു ഒന്ന്.
പിന്നീട് ഈ സിദ്ദിഖിലാലും കൂടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. തമാശ പറഞ്ഞു അങ്ങനെയല്ല, അവരന്നിങ്ങനെ അത് പറഞ്ഞിരുന്നു. അന്ന് കുറെ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ചെന്നതിന്റെ പേരിൽ അവരത് കളിയാക്കി പറയുന്നത് മാത്രമേ ഉള്ളൂ. സ്വന്തം മുടിയായിരുന്നു. ഓക്കെ. എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഇറക്കാൻ ഞാൻ പഠിച്ചത് യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയാണ്. അല്ല, ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പഠിച്ച് ഇപ്പൊ എല്ലാവർക്കും അത് ഇന്റർനെറ്റിൽ ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് ഇല്ലേ, യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോസും അനാലിസിസും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി യൂട്യൂബ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബും അതുപോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് ഇന്റർനെറ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ. ടീസറിൽ അൽത്താഫ് പറയുന്ന പോലെ ഒരു മൂവ്മെന്റ് ജീവിതത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ പറഞ്ഞു? മറ്റേ തേച്ചിട്ട് പോയ കാമുകിയുടെ മുമ്പിൽ റിവെഞ്ച് എടുക്കാൻ പോയിട്ടുണ്ടോ? പകരം വീട്ടാൻ പക്ഷെ റിവെഞ്ചിനൊന്നും പോകാം അല്ലേ? മനുചേട്ടാ ആ തേപ്പിന്റെ കഥ പറയൂ. അതൊക്കെ വരും, ഇപ്പൊ ഉടനെ വരും. സമാധാനമായിട്ട് ജീവിക്കുക. സിദ്ദിഖ് എനിക്ക് അങ്ങനെ ആരും തേക്കാനൊന്നും ആളുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ തേക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്ര ലുക്ക് ഉണ്ടായിരുന്നു, ഇത്രയും ഗ്ലാമർ ഒക്കെ ഉണ്ടായിരുന്ന ആൾ ആ കാലഘട്ടത്തില് പ്രണയം അതിനേക്കാളൊക്കെ ഗ്ലാമറുള്ള വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ സമയത്ത്. ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. സീരിയസ് ആയിട്ടുള്ള പ്രണയമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഓക്കെ. ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായി നുണ പറയുന്നത് ആരാണ്? പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പരസ്പരം നോക്കുന്നു. കാര്യമില്ല, നമ്മളെല്ലാം നല്ല എല്ലാവരും ഇവിടെ ഒരു പച്ചയായ മനുഷ്യനെ നോക്കുന്നുണ്ട്. പൈസേട്ടൻ ആരെയും കണ്ടു? അവരൊരിക്കലും ഒരിക്കലും നുണ പറയില്ല. നമ്മളൊക്കെ പിന്നെയും പറയും. നുണ പറയുന്ന പ്രശ്നമില്ല. അപ്പൊ അതിന്റെ പറയും, ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ല, അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 10 കാര്യം കേട്ടാൽ അത് 100 പറയുന്ന കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടോ? അയ്യോ, പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ജയറാമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസ്. അല്ല, ജയറാമിനെ പറ്റി നമ്മളത് ജയറാമിന്റെ ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. കാരണം ഇപ്പൊ ജയറാം ഒരു ഇൻസിഡന്റ് വന്ന് നമ്മളോട് പറയുന്നത് കേൾക്കാനാണ് നമുക്ക്. ആ ഇൻസിഡന്റ് കാണാനല്ല ഇഷ്ടം. ജയറാം പറയുന്നത് കേൾക്കാനാണ് അതിന്റെ രസം. എന്നൊക്കെ പറയാം. 1,00,000 കൊക്കാവും. ജയറാം 1000 പാവസരങ്ങൾക്ക് ഇരിക്കുന്ന പാട്ട് പാടുന്ന 10,000 പാവസരങ്ങൾക്ക് ഇരിക്കുന്ന പാടുന്ന 10,000 അങ്ങനെ ഒരു പാട്ടിൽ പോലും ഇത്തരം കാര്യങ്ങൾ. പക്ഷെ അത് കൺവിൻസിങ് ആക്കണത് ഭയങ്കര ടാലന്റ് ആണ്. ഭയങ്കര മിടുക്കാണ്. അല്ല, നമ്മളതാണ് പറഞ്ഞത്. ജയറാമിന്റെ ആ കഴിവിനെയാണ് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നത്. പറയുന്നതൊക്കെ അങ്ങനെ പറയുള്ളൂ. അതിന് പ്രത്യേകം എടുക്കാണ്. അത് അതിനുവേണ്ടി 500 എന്നുള്ളത് 5 ലക്ഷം ഒക്കെ ആക്കുന്നത്. ഇപ്പോ ഞാൻ ജീവിതത്തിൽ ഒരു സ്റ്റാർ ആവാനുള്ള ആസ്പിറേഷൻ വന്നത് രജനീകാന്തിനെ അമിതാഭ് ബച്ചനെയാണ് കേട്ടോ. ഒരു ഭയങ്കര ആരാധനയായിരുന്നു എനിക്ക് രജനീകാന്ത്. എപ്പോഴും അതെ, ഭയങ്കര ആരാധന പുരുഷന്മാരാണ്. അങ്ങനെയില്ല, ഓരോ കാലത്ത്, പ്രത്യേകിച്ച് എന്റെ കാലത്ത് ഞാൻ നസീർ സാറിന്റെ ഭയങ്കര ഫാനായിരുന്നു മലയാളത്തില്. നസീർ സാറിനെ കണ്ട അത്യാവശ്യമൊക്കെ മോഹിച്ചിട്ടുണ്ട്. നസീർ സാർ എന്ത് ഗ്ലാമർ, എന്തോ നല്ല പാട്ടുകൾ അവിടെ അഭിനയിക്കുന്നു. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സിനിമയിൽ പാട്ട് പാടി അഭിനയിക്കാൻ പറ്റും. അതായത് എന്റെ ചിന്ത. അഭിനയം ഈ ക്യാരക്ടറും മറ്റു കാര്യങ്ങളൊന്നുമല്ല, നല്ല പാട്ടുകളിൽ അഭിനയിക്കുക എന്നുള്ളത്. അത് സിനിമയിൽ കുറച്ച് നല്ല പാട്ടുകളൊക്കെ അഭിനയിക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള ചില ആഗ്രഹങ്ങൾ സാധിച്ചു. അതല്ലാതെ ഒരു വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നസീർ സാറാണ് ശരിക്കും. പിന്നെ ജയൻ കുറച്ചു കാലം വന്നു. ഇവനും ഭയങ്കര ജയൻ ഫാനാന്ന് കേട്ടു അല്ലേ? ജയന്റെ മരണ ഫാനാണ്. ഈ ആ സമയത്ത് വരുന്ന സിനിമാ മാസിക നാനയിലൊക്കെ വരുന്ന ഈ പടങ്ങൾ, ജയന്റെ പടങ്ങൾ മുഴുവൻ വെട്ടിയെടുത്ത് പുസ്തകത്തിന്റെ അകത്ത് വെച്ച കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റാർ. നസീർ സാറിന്റെ പടങ്ങൾ പോലും ഞാൻ വെട്ടിയെടുത്തിട്ടില്ല, പക്ഷെ ജയന്റെ പടങ്ങൾ മുഴുവൻ വെട്ടിയെടുത്ത് വെക്കുമായിരുന്നു അല്ലേ? സ്ത്രീധനത്തിലെ പ്രസാദനെ കണ്ടിട്ട് അതുപോലത്തെ ഒരു ആങ്ങളെ വേണമെന്ന് പറഞ്ഞ കമന്റ് കുറയാണ്. ഈ മനോജ് കെ ജയൻ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോഴേ, തമിഴ്നാട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ചില തമിഴ്മാർ ചോദിക്കും, സാർ നിങ്ങൾ ആക്ടർ ജയനോട് സണ്ണ മ്യൂസിഷ്യൻ ജയൻ. അതെ, ജയന്റെ അടുത്ത് 1-2 പേര് ചോദിച്ചാണ്. കാരണം മനോജ് കെ ജയൻ എന്ന് പറയുമ്പോഴത്തേക്കും ജയന്റെ മകനാണോ എന്ന് ചില ഇവിടെ ഉള്ളൊരു കാര്യം ചോദിക്കില്ല. തമിഴ്നാട്ടിലൊക്കെ ആക്ടർ ജയനോട് സണ്ണ മ്യൂസിഷ്യൻ ജയ വിജയാസുഖമാണ്. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തമിഴ് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? ഇല്ല പണ്ട് ഇത് വേറെ എവിടെ എവിടെ ചെന്നാലും കോമഡി മാത്രമേ ഷാജി കൈലാസിന്റെ ഷാജി കൈലാസിന്റെ തമിഴ് സിനിമയെന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ഷാജി കൈലാസ്, സ്ക്രിപ്റ്റ് റൈറ്റർ ബി ഉണ്ണികൃഷ്ണൻ, അഭിനയിക്കുന്നത് മനോജ് കെ ജയൻ, ഞാൻ, അജിത്തിന്റെ കൂടെ ഞങ്ങളെല്ലാം അവിടെ കിടന്ന് ഇതുപോലെ തന്നെ. ഷാജി വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ചീത്ത പറയും. അപ്പൊ ഈ ഡൽഹി ഗണേഷൊക്കെ നമ്മുടെ കൂടെ ഒരു സീനിൽ അഭിനയിക്കും. അപ്പൊ അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് മാറി നിൽക്കുക. കാരണം ബാക്കി ഞങ്ങളൊക്കെ കൂടെ ഇവിടെ ഭയങ്കര തമാശയും കളി. ഷാജി വന്ന് നമ്മളെ വഴക്ക് പറയും, നിങ്ങളിങ്ങനെ മലയാളത്തിൽ തമാശ പറഞ്ഞത് അയാൾക്ക് ഭയങ്കര വിഷമം തോന്നും അയാള്. പിന്നെ ഞങ്ങൾ അയാളുടെയൊക്കെ കൂടെ കൂട്ടി അങ്ങനെ ഒരുപാട് അല്ല ഓരോ പടത്തിന്റെ സെറ്റിൽ ഒരുപാട് കോമഡി പെട്ടെന്ന് ഓർത്തെടുത്ത് പറഞ്ഞാൽ റിയാസ് ഖാൻ, ശ്രീവിദ്യ അവരൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മറ്റേ രഘുവരൻ മലയാളം പടത്തിന്റെ ഫീഡ്ബാക്ക് അല്ല പുതിയ സ്ക്രിപ്റ്റ് ഒക്കെ തന്നെ. പക്ഷെ ഷാജി ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ മലയാളികൾ ഞങ്ങൾക്കൊക്കെയാണ് അതിനകത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് മാത്രം. ഇപ്പൊ ബേസിനോട് ഞാൻ എവിടെ പോയാലും ആരോ ഏതൊരു സിംഗിനെ പറ്റി എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല, അതിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമയുടെ സെറ്റിൽ പെർഫോം ചെയ്ത് ജിത്തു ജോസഫ് കട്ട് വിളിക്കാൻ മറന്ന സീനുകളുണ്ട്. ആ ജിത്തു ജോസിനോട് തന്നെ ചോദിക്കണത്, ഞങ്ങൾക്ക് ഓർമ്മയില്ല. അത് മിക്കവാറും എന്റെ അഭിനയം കണ്ടിട്ടായിരിക്കും ലയിച്ചു നിന്നു. അല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സീനിലൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാ അപ്പം പെർഫോം ചെയ്യാനുള്ള ഒരു ഇത്? കാരണം ഓഫ് സ്ക്രീനിൽ ഇത്രയും ഹ്യൂമറൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ടക്കെന്നും മാറണ എങ്ങനെയാ ആ ഒരു പ്രോസസ്സ്? അഭിനയമല്ലേ മോനെ, ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ. ജീവിതമല്ലേ, അല്ല മാറാൻ വേണ്ടിയാണല്ലോ അവർ പിടിച്ചിട്ട്. പക്ഷെ ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ തമാശകൾ പറഞ്ഞ് ഭയങ്കര അങ്ങനെ നിന്നെങ്കിൽ മാത്രമാണ് ഒരു ഇമോഷണൽ സീൻ പോലും അഭിനയിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടെ ചെന്ന് വിഷമിച്ച് എനിക്ക് മനോജിനെ ഇഷ്ടമല്ല, ബൈജുവിനെ ഇഷ്ടമല്ല, ഇവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് പോകുന്ന നോക്കുന്നത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് നിന്നെങ്കിൽ മാത്രം, എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവുക, പിന്നെ നല്ല ബോണ്ട് വേണം, എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് അത് ജസ്റ്റ് ബിഫോർ സ്റ്റാർ ക്യാമറ വരെ നമ്മൾ ചിലപ്പോൾ തമാശ പറഞ്ഞിട്ട് നിന്നിരിക്കും. അത് പിന്നെ അങ്ങനെ ശീലമായതാണ്. ഇപ്പൊ ഈ കാരവൻ കാലത്തിനാണല്ലോ ബൈജു ഞാൻ ചിലപ്പോ 2 റൂമുള്ള ഒരു കാരവനാണ്. ഞങ്ങളാ നടുക്കത്തെ ഡോറങ്ങ് തുറന്നിട്ട് ഞങ്ങൾ ഒന്നാക്കും. ഇപ്പൊ സിദ്ദിഖായിട്ട് എത്ര പടങ്ങൾ നമ്മള് നടുക്കത്തെ ഡോറുണ്ടല്ലോ, അതാ പ്രൈവസിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ചെന്നാണ്ട് അതങ്ങ് തുറന്നിട്ട് നമ്മൾ ഒരൊറ്റ കാരവനാക്കും. ഇനിയും അത്രയും നമ്മൾ ചെയ്യണ്ടേ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ബൈജു അതുപോലെയാണ്. വേറെ കാരവനൊക്കെ ഉണ്ടെങ്കിലും ഇരിക്കണേ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൂടുതലും. നമ്മൾ ആ റൂമിലാണ് അവിടെ ഒന്നിനും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച്. ഈ ഹ്യൂമർ ഈ മീറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും ചെയ്യാൻ പാടുള്ളതും ഫലിപ്പിക്കാൻ ഭയങ്കര പാടുള്ളതും അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ആവാതെ പോകുന്നത് ഈ ഹ്യൂമറാണ്. കാരണം ഈ പറഞ്ഞ കണക്ട് ആയില്ലെങ്കിൽ അപ്പം പറയാം ആൾക്കാർ ഇതേ ചളി എന്ന് പറയും. നമ്മള് ഒരു കരയുന്ന സീൻ അഭിനയിക്കുന്നു, അപ്പം ഓഡിയൻസ് നമ്മളിവിടെ കരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചില്ല എങ്ങനെ ഇരിക്കും അവസ്ഥ നാലോചിച്ച്. അപ്പൊ ഈ ഹ്യൂമർ എന്ന് പറയുന്ന സാധനം വളരെ എന്താ പറയണ്ട, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഹ്യൂമറിന് വേണ്ടി ചെയ്യായിരുന്നാ മതി കുറെയൊക്കെ. ഞാൻ ഇപ്പൊ ചിരിപ്പിച്ചടങ്ങുന്നുള്ള അതിന്റെ സ്ക്രിപ്റ്റില് ഓൾറെഡി സിറ്റുവേഷൻസ് നമുക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി അവിടെ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ വന്നിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടുക എന്നുള്ളതാണ് ഇതിന്റെ അകത്ത്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി സ്ക്രിപ്റ്റിലുണ്ട്, സിറ്റുവേഷനിലുണ്ട്. അതില്ലാത്തടത്ത് നമ്മൾ എന്ത് പുഷ് ചെയ്തിട്ടും വർക്കാവില്ല. ഭയങ്കരമായിട്ട് ഹ്യൂമർ കാണിക്കാൻ ശ്രമിച്ചാൽ ഹ്യൂമർ ആവില്ല, ചെളിയായിരിക്കും. ഇതിന് നമുക്ക് വളരെ ഫേവറബിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല സിറ്റുവേഷൻസ് ആണ് അത്. അതെ, അത് നന്നായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇവരെ പോലുള്ള ആക്ടേഴ്സും കൂടെ വരുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് എലിവേറ്റ് ആവുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി അത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് തോന്നിയായിരുന്നു. ഇപ്പൊ ഇവരെല്ലാരും കൂടെ നിൽക്കുന്ന ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇവരുടെ ഹ്യൂമർ സിനിമകളും അല്ലാതെ സീരിയസ് റോളുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിറ്റുവേഷൻസ് കിട്ടുമ്പോൾ ആ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമ്മളും ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആക്ടർ അതിനനുസരിച്ച് എനർജി ലെവലും ബോഡി ലാംഗ്വേജിലും ഒക്കെ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് മീറ്ററിലേക്ക് എത്തുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഭയങ്കര തണുത്ത് പോവാം, അല്ലെങ്കിൽ ഭയങ്കര ലൗഡായി പോവാം. അതൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് അത് പ്ലേ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് കാണാൻ. അത് നന്നായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം ഭയങ്കരമായിട്ട് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫ്രീഡം കൊടുത്തു ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ മനോജേട്ടനാണെങ്കിലും ഒരു കോമഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അതിൻ്റെ ഒരു മീറ്റർ ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മീറ്ററാണത്. അതപ്പോൾ അത് ഉള്ളിൽ ചിരി വരുന്നുണ്ടാവും ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ അതങ്ങനെ രസമായിട്ട് മനോജ് സിനിമയില് കരഞ്ഞോണ്ടല്ലോ പറയുന്നത്.
മനോജ് ഭയങ്കരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്, മനോജ് കരഞ്ഞിട്ടാണ് ഡയലോഗ് പറയുന്നത്. പക്ഷെ തിയേറ്ററിൽ ഫുൾ ജനം കരച്ചിൽ കണ്ടിച്ചിരിക്കും. അത് ഒരു എന്നാൽ അത് എനിക്ക് തോന്നുന്നത് ആ സീനിൽ ചിലപ്പോൾ മനോജ് കരയാതെ പറഞ്ഞാൽ അതിന് അത്ര ഹ്യൂമർ കിട്ടില്ല. അല്ല അയാളെ അങ്ങനെ അങ്ങനെ പെട്ട് കിടക്ക അയാള് ഒരു കാര്യം കരഞ്ഞാണ് അയാൾ പറയുന്നത്. പക്ഷെ കരച്ചിൽ നമ്മൾ ചിരിക്കും. അതുപോലെ സിദ്ദിഖിക്കാണെങ്കിലും 3 പേരും അല്ല 2 പേരും നല്ല കള്ളു കുടിച്ചിട്ടുള്ള സീനാണ്. അപ്പൊ സിനിമ തുടങ്ങുമ്പോഴത്തേക്കൊക്കെ മറ്റേ ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സീരിയസ് ആളായിട്ടായിരുന്നു. ഈ പടത്തില് ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ എത്തി കഴിയുമ്പോഴേക്കും പിന്നെ ആ ക്യാരക്ടറിന്റെ വേറൊരു മുഖം അങ്ങോട്ട് അൺഫീലാവും. എല്ലാരും ഫ്രോഡുകളായി സിനിമയില്, എല്ലാവരും കള്ളന്മാരല്ല. അതാണ് നുണക്കുഴി എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ അങ്ങനെയാ. പിന്നെ ഇവരുടെ പേടിയും പരിപാടിയിലേക്കൊക്കെ പോകുന്നതൊക്കെ ചില സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ റിയാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അതപ്പോ അത് നമുക്ക് പെട്ടെന്ന് ഇത് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ അപ്പൊ അത് ഇപ്പോൾ ആ എനർജി ലെവലൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബൈജുവേട്ടനാണെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മളൊരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പൊ പ്രിയൻ സാറിന്റെ സിനിമകളിലൊക്കെ ഒരു ഫ്രെയിം വെക്കൂല്ലോ, ഒരു വൈഡ് ഫ്രെയിം വെച്ചിട്ട് അതിന്റെ അകത്ത് എല്ലാ ആക്ടേഴ്സും കൂടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ 28 പേജാ. അതെ 15 മിനിറ്റ് ഉള്ള ഒരു സീനാണ് ഒരു ഹോസ്പിറ്റൽ. അത് ബൈച്ചേട്ടന് ഗ്രേസ് ഉണ്ട്, അജു ചേട്ടനുണ്ട്, പിന്നെ അസീസൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ വന്നിട്ട് ഭയങ്കര രസം. അവിടെ ബൈച്ചേട്ടനൊക്കെ വന്നിട്ട് ചുമ്മാ അറിയാലോ. അല്ല ബൈച്ചേട്ടൻ ഇപ്പൊ ഈ കയ്യിന്ന് ഇടുന്ന ഡയലോഗുകൾ ഉണ്ടല്ലോ ഇംപ്രൂവൈസ് ചെയ്ത്, അപ്പൊ ഞാൻ കയ്യിൽ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ചിരിക്കും. ഉറപ്പാണ്. അനുഭവം നാളത്തെ കാര്യം. മിന്നൽ മുരളിയിലുണ്ട് അങ്ങനത്തെ സീനുകളൊക്കെ. പിന്നെ മിന്നൽ മുരളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈച്ചേട്ടന്റെ ഈ ഒരു തക്കും ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് അതായത് കഥാപരമായിട്ട് എഴുതുമ്പോൾ ഇത്തിരി ചീസി ആണോ, ഇത്തിരി ഡ്രാമ ഇത്തിരി കൂടുതലാണോ, ഇതൊക്കെ എങ്ങനെ അവതരിപ്പിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില റോളുകളൊക്കെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ബൈച്ചേട്ടന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള വായിന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ ഒരു ഓർമ്മയിലാണ് പോകും. ഇപ്പൊ മിന്നലിൽ ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൊമെന്റ് ബൈച്ചേട്ടനാണ് ടൊവിന്റെ ക്യാരക്ടറിന്റെ അടുത്ത് നിന്റെ അച്ഛൻ വേറെ ആളാണ്, ഈ അച്ഛൻ വേറെ വളർത്തച്ഛനാണ് എന്നൊക്കെ പറയണത്. ചിലപ്പോ അത് വേറൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഭയങ്കര ചീസ് ക്രിഞ്ചായി പോവാൻ. അവിടെ ബൈച്ചേട്ടൻ നിന്റെ അച്ഛൻ വേറെ ആരോ ആണ്, ഇത് നിന്റെ തന്തയൊന്നും അല്ല പറയുന്നത്. അപ്പൊ അതായത് അങ്ങനെ ഒരു അത് അങ്ങനെ ഒരു ആക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു KD വക്കീലിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ മലയാള സിനിമയിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ എന്താ പറയാ കോടതികളുടെ ചരിത്രത്തിൽ ഏറ്റവും ഹ്യൂമറസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ആ റോള് ആൾക്കാർക്ക് ഇത്ര ഇഷ്ടപ്പെടുമെന്ന്. വികടകുമാരന്റെ സിനിമ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് അഭിനയിച്ചിരുന്നു, KD വക്കീൽ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു റോളായി മാറുമെന്നത്. ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയത് എടുത്തടുത്തൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ജുബൊക്കെ ഇട്ടുകൊണ്ട് മീൻ വാങ്ങിക്കാൻ വന്നിട്ട് കുറെ മീനിന്റെ പേര് പറയുന്നു. ഞാൻ ആലോചിച്ചത് എങ്ങനെ ഇത്ര മീനിന്റെ പേര് എത്രയോ ഞാൻ ചോദിച്ചു വായിച്ചെടുത്ത് എങ്ങനെ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയൊക്കെയോ പറഞ്ഞങ്ങ് എത്രയോ മീനിന്റെ പേര് പിന്നെ അവരുമായിട്ടുള്ള ഡയലോഗ് അങ്ങനെ. അല്ല മനോജേട്ടനും ഉണ്ടല്ലോ ഈ നേരത്തിലെ പരിപാടികളുണ്ടല്ലോ ഹ്യൂമർ പരിപാടികൾ. ഈ അത് അൽഫോൺസോ എന്ന് പറയുമ്പോ എന്തായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്? എനിക്ക് സത്യം പറഞ്ഞ അത് ചെയ്യുമ്പോഴേ ഈ CD റൈറ്റ് എന്നൊക്കെ ചെയ്യുന്ന സാധനമല്ലേ, എനിക്ക് സത്യം പറഞ്ഞ എനിക്കത് തിയേറ്ററിൽ വർക്കാവുന്നു എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ചെയ്യുമ്പോഴും പകുതി കോൺഫിഡൻസിലാണ് അഭിനയിച്ചത്. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ആ പടത്തിലെ ഏറ്റവും ചിരി കിട്ടിയ സീനുകളൊന്ന്. അതാണ് സിനിമ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവമേ അല്ല. അത് അടിപൊളി ഹോംലി മീൽസ് ഗ്രേസിന് ഇങ്ങനത്തെ ഈ പറഞ്ഞ ഹ്യൂമർ മൂവ്മെന്റ്സുകളൊക്കെ ഇവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അടുത്ത സിനിമയിലേക്ക് ഇടാൻ വേണ്ടി ഇവരുടെ പഠിക്കേണ്ട ഒരു സംഭവം എന്തായിരിക്കും? 10-25 ഇടാനുള്ളത് കയ്യിലുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞ പോലെ ആ ഹോസ്പിറ്റൽ സീൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അത് നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പ് അതിൽ ബേസിലും ഉണ്ട് കേട്ടോ. ബേസിൽ പറയാൻ വിട്ടുപോയത് ബേസിലിന്റെ കാര്യം. ആക്ച്വലി
അതില് ഈ പറഞ്ഞ പോലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഷോട്ടിന് മുന്നേ കുറച്ചൊന്ന് റിഹേഴ്സൽ ചെയ്യും. ആക്ച്വലി ആക്ച്വലി പറഞ്ഞാ ആണോ? എന്നാ അതിൽ നിർത്താൻ ഞാൻ. കുഴപ്പമില്ല പറഞ്ഞു നമ്മള് ഷോട്ടിന് മുന്നേ എല്ലാരും ഒന്ന് റിഹേഴ്സൽ ചെയ്യും. അപ്പോഴാണ് ഈ തമാശകൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഇടുന്നത്. പക്ഷെ ടേക്കിന്റെ സമയത്ത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ഫണ്ണല്ല, അതിന് മുന്നേ നമ്മൾ നിർത്തിയിട്ടാണ് ബാക്കി നമ്മുടെ ജോലിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നത്. പക്ഷെ അതിന് മുന്നുള്ള ആ ഒരു കംഫർട്ട് സ്പേസ് കൊണ്ടാണ് നമുക്ക് അത്രയും സിദ്ദിഖ പറഞ്ഞ പോലെ അത്രയും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റണത്. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ സീൻ ആ ഹോസ്പിറ്റൽ സീനാണ്. എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് 2 ദിവസം 3 ദിവസം എടുത്തു, 4 ദിവസം കൊണ്ടാണ് തീർന്നത്. അത് വെളുപ്പിന് വരെ ഷൂട്ടൊക്കെ പോയിട്ടാണ് നമ്മളത് തീർന്നത്. അതെ അതെ അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരുടെയും എനർജി ലെവൽ ആക്ച്വലി വയ്യാണ്ടായിട്ട് പോലും ആ ഷോട്ടിന്റെ സമയത്ത് എല്ലാവരുടെയും ഒരു ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതില് അടിപൊളി ആക്ട്രസ് ആണ് ഗ്രേസ്. ഉർവശിയും കൽപ്പനയും രേവതിയും കൂടെ ചേർന്ന ഐറ്റമാണ് ഈ ഈ പറയുന്ന ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകളാണ്, സെക്കൻഡ്സിൽ മാറിക്കൊണ്ടിരിക്കും. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇപ്പൊ വൈറലായ സംഭവം നാഗേന്ദ്രൻസ് തകർത്ത് എംബ്രാൻഡ് അപ്ഡേറ്റ് എന്തെങ്കിലും പറഞ്ഞു? എംബ്രാൻ ഞാൻ ഒരു 6 ദിവസം അഭിനയിച്ചു. ട്രിവാൻഡ്രത്തൊരു 3 ദിവസം, കൊച്ചിയിലൊരു 3 ദിവസം. ഇനി ഒരു 6 ദിവസം കൂടെ ഉണ്ട്. ഗുജറാത്തിനെ കണ്ട് ഷൂട്ടിംഗ് നടക്കില്ല, നിർത്തി വെച്ചു ഒന്നില്ല. ഇവിടെ മഴ കഴിഞ്ഞു വന്നു, കഴിഞ്ഞില്ല മഴ കാരണം എന്തോ. ഇല്ല ഞാൻ അഭിനയിച്ചിട്ടില്ല. ഓഗസ്റ്റ് അവസാനം ഉണ്ട് ഇനി ഷൂട്ടിംഗ്. ബേസിൽ ഇപ്പോൾ ടൈറ്റിൽ കാർഡ് ഉണ്ടാവോ? എല്ലാരും കൂടെ ഒരു ടൈറ്റിൽ ഇട്ടായിരുന്നല്ലോ, സിജു ഒക്കെ കൂടെ, ഹോംലി സ്റ്റാർ ബേസിൽ. നിങ്ങൾ ബേസിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യം എന്തായിരിക്കും ആസ് എൻ ആക്ടർ? ഭയങ്കര ചില്ലാണ്, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്ന ഒരാളല്ല. എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു കാര്യം ചിരിയാ. നമുക്കത് പഠിക്കാൻ പറ്റില്ല. ഒരിക്കലും ബേസിലിനെ ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. സെറ്റ് കണ്ടു പൊളിഞ്ഞപ്പോ എങ്കിലും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പിന്നെ ബേസിൽ ഇങ്ങനെ ഒരു ഹീറോ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ജിത്തു ജോസഫ് സിനിമയിൽ അഭിനയിക്കുന്ന ഇപ്പൊ സിദ്ദിഖിക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ജിത്തു, പുള്ളി എങ്ങനെയാ അപ്പൊ ഹ്യൂമർ സിനിമകൾ കൈകാര്യം ചെയ്യണം എങ്ങനെയാ? അപ്പൊ നേരെ ഇപ്പൊ കഴിഞ്ഞ് വന്ന് നേരെ കേറിയത് ഇപ്പൊ അല്ലെ, ജിത്തു ചെയ്യുന്ന സിനിമകളുടെ ജോണർ അനുസരിച്ചിട്ടൊന്നും ജിത്തു മാറാറില്ല. വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നതും. അത് ഹ്യൂമറാണെങ്കിലും ഇനിയിപ്പോൾ വളരെ സീരിയസ് ആണെങ്കിലും ജിത്തുവിന് അത് നമ്മുടെ നിന്ന് വേണമെന്നുള്ളതിനെ പറ്റി നല്ല കറക്റ്റ് ബോധ്യമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ അത് നേരെ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ട്. ജിത്തു ചിലപ്പോൾ വന്നിട്ട് പറയും, ഇതിക്കട്ടെ എനിക്കത് എങ്ങനെയാണത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് നിങ്ങളൊന്ന് ചെയ്ത് തന്നെ അത് വരണം. ഇപ്പം ഞാനും മനോജും കൂടെ ഉള്ള സീൻ ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ എടുക്കുമ്പോൾ ഒരു ഡയലോഗ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ജിത്തുവിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന്, പക്ഷെ അത് കിട്ടണവരെ ജിത്തു എടുത്തോണ്ടിരിക്കും. അങ്ങനെയല്ല, കുറെ കഴിയുമ്പോൾ എന്നെ എടുത്തോണ്ട് എനിക്കിപ്പോൾ അത് കറക്റ്റ് അതിനൊരു ഐഡിയ കിട്ടി, അത് ഇങ്ങനെ ചെയ്താൽ മതി, അപ്പം അത് കൃത്യമാവും. അത് ഹ്യൂമറിന് മാത്രമല്ല, സീരിയസ് ചെയ്യുമ്പോഴും മോണിറ്ററിന്റെ മുമ്പിൽ ആ ടേക്ക് സമയത്തല്ലാതെ പോയി ഇരിക്കാറില്ല. അല്ല, അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ തരിക, അതങ്ങനെ ചെയ്യട്ടാ അതെങ്ങനെ ചേട്ടാ അതൊന്നുമില്ല, നമ്മുടെ കൂടെ ആയിരിക്കും ഒരു സീൻ. അത് അതിന്റെ ഫുൾ പ്രിപ്പറേഷൻ നമ്മളോട് പെർഫോം ചെയ്ത് കാണിക്കാൻ പറയും. അതെ അതെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ അത് അങ്ങനെ വേണ്ട, അതിങ്ങനെ മതി, ഇങ്ങനെ ചെയ്താൽ നല്ല, അങ്ങനെയാണ് ഇത് ഇംപ്രൂവൈസ്. അതെ, ഹ്യൂമർ സിനിമയിൽ അതാണ് ഏറ്റവും കൂടുതൽ. ജിത്തു ജോസഫിന് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടോ ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായി. ശരിക്കും റിയൽ ലൈഫിൽ ജിത്തു ജോസഫിനെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഭയങ്കര സീരിയസ് പടം അങ്ങനല്ല, നല്ല പുള്ളി ബോഡിയുണ്ട് ഇതിലും ട്രെയിലർ. അപ്പോ നുണക്കുഴി ഓഗസ്റ്റ് 15 തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വലിയ ചിരി മാലപ്പടക്കം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മൂന്നുപേരും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജനറേഷനായിട്ട് ഞങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 നടന്മാരാണ്. അപ്പോൾ അവരോട് സംസാരിച്ചത് വലിയ രീതിയിൽ സന്തോഷം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതാണ്. അത്രയില്ല എന്നാൽ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് നുണക്കിഴിയും കൂടെ കണ്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. താങ്ക് യു ഫോർ ദ ടൈം.